ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദുവിനെ പിടിച്ചു വെച്ചിട്ട് നാഗേന്ദ്രൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും നിന്റെ കാലിനാണ് ഞാൻ നിന്നെ ഇതോടെ അവസാനിപ്പിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗുണ്ടകളോട് പറയുകയാണ്, ഇനി ഒന്നും നോക്കാനില്ല, അവളങ്ങോട്ട് കൊന്ന് കളഞ്ഞേര് എന്നിങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തിട്ട് ഇവർ കത്തി അങ്ങോട്ട് വലിച്ചുരുടുക്കണം, നിന്റെ അന്ത്യവാടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ കുത്താൻ പോകുന്ന ആ സമയത്ത് ദേ ആദർശ് ചാടി വീഴുകയാണ്. ആ കത്തി അങ്ങോട്ട് തട്ടിത്തെറിപ്പിക്കുകയാണ്. പിന്നെ അവിടെ തുടങ്ങി ഭയങ്കര ഫൈറ്റ്. അങ്ങനെ ഫൈറ്റിനൊടുവിൽ നമ്മുടെ നന്ദുവിൻ്റെ കെട്ടുകളെല്ലാം അഴിച്ചുവിടണം. നന്ദുവിനും ആകെ അരിശ്യം വരികയാണ്. നന്ദുവും ഗുണ്ടകളുടെ പിടിച്ച അടിയിലും പിടിക്കലും ചവിട്ടലും ഒക്കെ അങ്ങനെ നല്ല ഗംഭീര പ്രകടനം തന്നെ നടക്കുകയാണ്. അതിന് ശേഷം വാ നന്ദുമോളെ വാ, നമുക്ക് രക്ഷപ്പെടാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോകാൻ പോകുന്ന സമയത്ത് നന്ദു പറയുകയാണ്, ആദർശേട്ടാ ഒരു മിനിറ്റ് നിന്നേ എന്ന് പറഞ്ഞാൽ ആ ഫോൺ എടുക്കുക. ഫോൺ എടുത്തിട്ട് ദേ ആദർശേട്ടാ, നമ്മൾ അന്വേഷിച്ചെടുക്കുന്ന ആളുടെ നമ്പർ ദേ ഇതിലുണ്ട് ആദർശേട്ടാ എന്ന് പറയുകയാണ്. അതൊക്കെ പിന്നീട് ആവാം, വാ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ വിളിച്ചുകൊണ്ട് നേരെ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ദേ ആദർശേട്ടാ, ദേ ഇത് തന്നെ നമ്പർ, ഇതൊന്ന് നോക്കിക്കണ്ടേ, ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ആരാണ്, ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി, അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ ആദർശേട്ടാ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ആദർശ ആ നമ്പർ എടുത്തിട്ട് നേരെ സേവിയറിനേക്ക് അഴിച്ചു കൊടുക്കുകയാണ്. ഏതായാലും ഇപ്പം തന്നെ അവൻ ആരാണ്, എന്താണ്, എൻ്റെ ലൊക്കേഷൻ ഏതാണെന്നൊക്കെ ശരിക്കും പറയുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ്. അങ്ങനെ സേവിയർ ആ ഒരു ലൊക്കേഷനെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇന്ന ഇടത്താണ് ഈ ഒരു നമ്പർ വർക്ക് ചെയ്യുന്നത് എന്ന് സേവിയർ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശിന് ഭയങ്കര ഡൗട്ട് തോന്നുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, ശരി നമുക്കിപ്പോൾ ഏതായാലും പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വണ്ടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കാൻ നേരത്ത് നമ്മുടെ നന്ദു ആണെങ്കിൽ ആദർശേട്ടാ, അതെ ഞാൻ ഒരു കാര്യം പറയാം, ഏതായാലും വീട്ടിലേക്ക് പോകണ്ട ആദർശേട്ടാ, നാനേച്ചിയുടെ അടുത്ത് കൊണ്ടാക്കിയാൽ മതി എന്നെ എന്ന് പറഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നിന്നെ ഇനി വീട്ടിലേക്ക് വിടുന്ന പ്രശ്നമില്ല, നീ നായൻ്റെ അടുത്ത് നിന്ന് നിന്നാൽ മതി. അല്ല വീട്ടിലേക്ക് പോയാലേ അത് പ്രശ്നം, ഞാൻ ഏതായാലും ക്ലബിൽ മീറ്റിങ്ങിന് പോകുന്നു പറഞ്ഞാണ് ഇറങ്ങിയത്, അപ്പോൾ അതുകൊണ്ട് ഇത്രയും രാത്രിയായില്ലേ, അതുകൊണ്ട് ഞാൻ നാനേച്ചിയുടെ അടുത്ത് നിർത്താനായിട്ട് പറഞ്ഞത്. അല്ല നന്ദു, നീ ക്ലബിൽ മീറ്റിങ്ങിന് തന്നെ പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ ആദർശേട്ടാ ഞാൻ ക്ലബിൽ മീറ്റിങ്ങിന് തന്നെ പോയതാണ്, പക്ഷേ ഇപ്പോൾ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം അമ്മയോട് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വലിയ ടെൻഷനാവും, അമ്മ എന്നെ കുറ്റപ്പെടുത്തും ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്, അതാ ഞാൻ അടുത്ത് പോകാമെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ നന്ദുവും ആദർശും കൂടി നേരെ എൻ്റെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ നന്ദുവിൻ്റെ നെറ്റിയിലൊക്കെ മുറിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ബാൻഡേജ് വെച്ച് ആദർശം ഒട്ടിച്ച് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നന്ദു അങ്ങോട്ട് ഇറങ്ങിയിട്ട് നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം നയനയാണെങ്കിൽ അയ്യോ നന്ദൂട്ടാ എന്ത് പറ്റി മോളെ, എന്ത് പറ്റി നന്ദൂട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സ്നേഹപ്രകടനം. ഒന്നുമില്ല ചേച്ചി, പതിവ് പോലെ തന്നെ ഗുണ്ടാക്രമണം അത്രയേ ഉള്ളൂ. ആദർശേട്ടൻ എന്നോടൊന്നും പറയാതെ പോയപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് നന്ദുവിന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ ദൈവമേ ഇതെന്താ നന്ദു ഇതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമില്ല, ഞാൻ ഏതായാലും വീട്ടിലേക്ക് പോയില്ലല്ലോ, നയനേച്ചി ഒരു കാര്യം ചെയ്യാം, നയനേച്ചിയെ അമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറ, എനിക്ക് ഇതുപോലെ സംഭവിച്ചതെന്നൊന്നും പറയണ്ട, പോലീസ് ക്ലബ്ബ് മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ലേറ്റായി, അതുകൊണ്ട് ഞാൻ നയനേച്ചിയുടെ അടുത്തേക്ക് വന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. നീ പോലീസ് ക്ലബ്ബ് മീറ്റിങ്ങിൽ തന്നെയാണോ മോളെ പോയത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതേ ചേച്ചി, അതിനെന്തിനെത്ര സംശയം, ഞാൻ അങ്ങോട്ട് പോയപ്പോഴാണ് ഗുണ്ടാക്രമണം ഉണ്ടായത്. അപ്പോൾ ആദർശേട്ടാ എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും ഇത് തന്നെയായിരിക്കും, ദേ ആ ഡേവിഡിനെ പിടിച്ചുകൊണ്ട് പോയല്ലോ ഇവള്, എന്നിട്ട് കുറേ തല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്തല്ലോ, അതിൻ്റെയൊക്കെ പ്രതികാരം, കള്ളക്കടത്ത് സ്വർണ്ണങ്ങളെല്ലാം പിടിച്ചെടുത്തില്ലേ, അപ്പം സ്വാഭാവികം അതിൻ്റെ പ്രതികാരം തന്നെയാണ്, അതിന് സംശയങ്ങളൊന്നുമില്ല എന്ന് പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി ഞാൻ ഏതായാലും അമ്മയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നയന നേരെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. നയന മോളെ, എന്താ മോളെ ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും അത് അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതെ പോലീസ് ക്ലബ്ബിൽ മീറ്റിങ്ങിന് പോയായിരുന്നല്ലോ, അപ്പോൾ നന്ദൂട്ടൻ ഇവിടെ ഉണ്ട്, നന്ദു ഇവിടെ താമസിക്കാമെന്നാണ് പറഞ്ഞത്, അതെന്താ അങ്ങോട്ട് വന്നത്, ഇനി പോലീസ് ക്ലബ്ബിൽ മീറ്റിങ്ങിന് തന്നെയാണോ പോയത്, എന്താ അമ്മ ഇത്, അവൾ എന്തിനാ അമ്മ ഇങ്ങനെ സംശയിക്കുന്നത്, അമ്മയോട് അവളിങ്ങനെ കള്ളം പറയോ, ഇല്ലല്ലോ, പിന്നെ എന്തിനാ സംശയിക്കുന്നത്, അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, അത് പിന്നെ അമ്മേ നാളെ അമ്മ വേണമെങ്കിൽ നന്ദുവിനെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങോട്ട് വാ, നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് പോ, എന്താ ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും ആവശ്യതയുണ്ടോ അവൾക്ക് ചോദിക്കുമ്പോൾ അയ്യോ ആവശ്യതയൊന്നുമില്ല, എന്നാൽ അമ്മ വരണ്ട, അവൾ അങ്ങോട്ട് വന്നോളൂ, അല്ല അമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അമ്മയെ ഒന്ന് കാണാലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ നോക്കട്ടെ, വരാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരിക തന്നെ ചെയ്യാം. അല്ല അമ്മേ അച്ഛനെവിടെ, അച്ഛനിപ്പോൾ ഒന്ന് പുറത്തേക്ക് പോയതാ, ഇപ്പോൾ വരും, കുറച്ചും കഴിയുമ്പോഴത്തേക്കും വരും,
ശരിയമ്മേ എന്നാ വെച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. പക്ഷേ കനകത്തിന് അപ്പോഴും എന്തൊക്കെയോ സംശയങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇനിയുണ്ട് പോലീസ് ക്ലബ്ബിൽ മീറ്റിങ്ങിന് തന്നെയാണോ പോയത് എന്ന് ചിന്തിച്ചാണ് നമ്മുടെ കനക നിൽക്കുന്നത്. അപ്പോൾ നന്ദുവിനാണെങ്കിൽ ആകെ ടെൻഷനാണ്. അതേപോലെ തന്നെ നയനയ്ക്കും എൻ്റെ പൊന്നും മോളെ അപ്പോഴും ഞാൻ സൂക്ഷിക്കാൻ ഞാൻ പറഞ്ഞല്ലേ. അതേപോലെ തന്നെ ആദർശേട്ടനോടും ആദർശേട്ടൻ ഇതിൻ്റെ പിന്നാലെ ഓടി പാഞ്ഞ് നടക്കുകയാണ്. ശത്രുക്കൾ മുഴുവനും നമ്മുടെ ചുറ്റിനുമുണ്ട്. ഏത് വശത്തു നിന്നാണ് ആക്രമണം വരുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല ആദർശേട്ടാ. അതുകൊണ്ട് ആദർശേട്ടനെ നന്നായിട്ട് സൂക്ഷിക്കണമെന്നും പറയണം. ശരി, ഞാൻ സൂക്ഷിച്ചോളാം. അങ്ങനെ പെട്ടെന്ന് സേവിയറിൻ്റെ ആ ഒരു ഫോട്ടോ നമ്മുടെ നന്ദുവിനും കിട്ടുകയാണ്. അപ്പോൾ നന്ദു പറയണം, ആദർശേട്ടാ ദേ അയാളൊരു വ്യക്തമായുള്ളൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, ഇത് നോക്കി ആദർശേട്ടാ എന്ന് നന്ദു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദർശ് ഇങ്ങനെ ആലോചിക്കുകയാണ്. എവിടെയോ കണ്ടുമറന്ന മുഖമാണല്ലോ, എനിക്കങ്ങോട്ട് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഏതായാലും ഈ ഫോട്ടോ ഞാൻ അച്ഛനൊന്ന് അഴിച്ചു കൊടുത്തു നോക്കട്ടെ. അച്ഛൻ അഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛന് ഓർമ്മ വന്നാലോ. എനിക്ക് ഇത്രയ്ക്കും ഓർമ്മയുണ്ടെങ്കിൽ അച്ഛന് വ്യക്തമായിട്ട് ഓർമ്മ കിട്ടുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് നേരെ ഇയാളുടെ ഫോണിലേക്ക് അഴിച്ചു കൊടുക്കുകയാണ്. അതായത് ആദർശിൻ്റെ അച്ഛൻ്റെ ഫോണിലേക്ക്, ജയൻ്റെ ഫോണിലേക്ക് അഴിച്ചു കൊടുക്കുക. ജയൻ്റെ ഫോണിലേക്ക് അഴിച്ചു കൊടുത്ത് ജയൻ ഈ ഫോട്ടോ കാണുകയാണ്. ഫോട്ടോ കണ്ട് ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ജയന് മനസ്സിലായി അതാരാണെന്ന്. അപ്പോഴേക്കും ദേവയാനി വരികയാണ്. അപ്പോൾ ദേവയാനി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ജയൻ ഈ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന രംഗമാണല്ലോ കാണുന്നത്. ഇതെന്താ ചേട്ടൻ എന്താണ് ഈ നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ഇത് നോക്കി ഈ ഫോട്ടോ, ഇതാരാണെന്ന് ദേവയാനിക്ക് മനസ്സിലായോ ദേവയാനി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ചേട്ടാ എനിക്ക് എങ്ങോ മറന്ന മുഖം പോലെ. ഇതെന്താ മറക്കാനുള്ള കാരണം? ഇതാരാന്ന് മനസ്സിലായില്ലേ? ഇത് നാഗേന്ദ്രനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ചേട്ടാ ശരിയാണല്ലോ, ഇത് നാഗേന്ദ്രൻ തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശരിക്കായിട്ട് വ്യക്തമായിട്ട് ഓർമ്മ കിട്ടിയില്ല. ഇത് നാഗേന്ദ്രനാണ്. ഇതെന്താ ഇപ്പോൾ നാഗേന്ദ്രൻ്റെ ഫോട്ടോ പിടിച്ച് ചേട്ടൻ നിൽക്കുന്നത്? ഇത് ഞാൻ പിടിച്ചുകൊണ്ട് നിന്നല്ല ദേവയാനി, ഇതേ ആദർശ് എൻ്റെ ഫോണിലേക്ക് അയച്ചു തന്നതാണ്. ആദർശ് എന്തിനാ ഇപ്പോൾ നാഗേന്ദ്രൻ്റെ ഫോട്ടോ അയച്ചു തരുന്നത്? അവനിതെങ്ങനെ കിട്ടി? അല്ല ഈ നാഗേന്ദ്രൻ എത്ര ക്രൂരതയാണ് ഇവിടെ ചെയ്തതെന്ന് നമുക്കറിയാലോ. അങ്ങനെ നാഗേന്ദ്രനെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയതല്ലേ. അപ്പോൾ ഈ ആദർശ് കുഞ്ഞായിരുന്നില്ലേ, അവനെങ്ങനെ ഇയാളെ ശരിക്കറിയാം? മുഖം പോലും വ്യക്തമായിട്ട് ഓർമ്മ കാണില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ അറിയാം? അതൊന്നും അറിയില്ല, ഒരു കാര്യവും എന്നോട് പറഞ്ഞില്ല. അച്ഛാ ഇയാളെ അറിയോ എന്ന് മാത്രമേ എനിക്ക് മെസ്സേജ് അയച്ചുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. ഇത് വല്ലാത്തൊരു ഇതായി പോയി തീർന്നല്ലോ ജയേട്ടാ. ഇതിപ്പോൾ ആദർശിന് എങ്ങനെ ഈ ഫോട്ടോ കിട്ടി? ആദർശ് എന്തിനാണ് ഈ ഫോട്ടോ ജയൻ്റെ ഫോണിലേക്ക് അഴിച്ചു തന്നിട്ട് അറിയോ എന്നൊക്കെ ചോദിച്ചത്? ഇനിയിപ്പോൾ ഇതിനെല്ലാത്തിനും പിന്നിൽ ഇയാളൊക്കെ ഉണ്ടെങ്കിലോ? നമ്മളുടെ കുടുംബത്തോട് തീരാത്ത പക ഈ നാഗേന്ദ്രനുണ്ടെന്ന് ദേവയാനി നിനക്കും അറിയാലോ. അത് ശരിയാ, അച്ഛൻ അതേപോലെ ആട്ടി പുറത്താക്കി കഴിഞ്ഞപ്പോഴേക്ക് നാണം കെട്ട് പുറത്തു പോയ നാഗേന്ദ്രൻ്റെ മനസ്സിൽ ഇന്ന് നമ്മളിൽ നിന്നുള്ള ശത്രുവൊന്നും മാഞ്ഞു പോയി കാണില്ല, നന്നായിട്ട് തന്നെ ശത്രുത ഉണ്ടാവും. ശരിയേ, ഇനിയിപ്പോൾ ഏതായാലും ഞാനിതൊന്ന് അച്ഛനെ ഒന്ന് കാണിക്കണം, നാളെ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജയനങ്ങ് നിൽക്കുക. അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ ആകെ ഭയങ്കരേറെ സംശയമാണ്. ഇതേ സമയം തന്നെ കാണിക്കുകയാണ് നന്ദുവും അതേപോലെ തന്നെ നയനയും കിടന്ന് ഉറങ്ങുകയാണ്, നല്ല ഉറക്കത്തിലാണ്. പക്ഷേ നമ്മുടെ അനിക്കാണെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. ഇതെന്താ നന്ദു ഫോൺ എടുക്കാത്തത്? എത്ര നേരമായി അവളെ വിളിക്കുന്നത്, അവൾക്ക് ഇത് എന്ത് പറ്റി? ഇനി അവളുടെ അടുത്ത് വല്ല അമ്മ കാണുമോ? അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അനി വീണ്ടും നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുക. അപ്പം നന്ദുവിൻ്റെ ഫോൺ ഭയങ്കര റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ട് നന്ദു കണ്ണു തുറന്ന് ഫോണിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അനി അയ്യോ, അപ്പോഴേക്കും നയനെ ഒന്ന് അനങ്ങുക. അപ്പം നയനെ അനക്കം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഫോണിങ്ങനെ ഓഫാക്കി വെക്കുകയാണ്. അപ്പോൾ എടുക്കാതെ ഇങ്ങനെ വല്ലാത്തൊരു ടെൻഷനിലാണ്. ഇനി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജി പിടിക്കുമെന്ന് നമ്മുടെ നന്ദുവിന് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പോൾ ഈ ഫോൺ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അനിക്കും ആകെ ടെൻഷൻ. ഇതുണ്ട് വീണ്ടും അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇനി പോലീസ് ക്ലബ്ബിൽ മീറ്റിങ്ങിന് പോയെന്നും പറഞ്ഞാണല്ലോ അവൾ പോയത്. ഇനി ആ കള്ളത്തരമെല്ലാം പിടിച്ചു കാണോ, അവളിട്ട് പൊരിച്ചു കാണോ? ഇനിയിപ്പോൾ അവൾ വിളിക്കാതെ ഒരു മനസ്സമാധാനം ഇല്ലല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് അനി ആകെ ടെൻഷനിൽ തല പുകഞ്ഞ് നിൽക്കുക. പിറ്റേ ദിവസം രാവിലെ ആക്കിയാണ് നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ പത്രം വായിക്കുക. ആ സമയത്ത് ജയം വരുന്നു. അപ്പോൾ ജയം വന്നിട്ട് അച്ഛാ ഇത് ആരാണെന്ന് അച്ഛൻ അറിയാവോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് കയ്യിൽ കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ മൂർത്തി മുത്തശ്ശനാകെ അരിശം വരികയാണ്. ഇവൻ നാഗേന്ദ്രനല്ലേ, ഇവൻ്റെ ഫോട്ടോ കൊണ്ട് നീ എന്തിനാ എൻ്റെ മുന്നിലേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ല അച്ഛാ,
ഇത് ആദർശ് എൻ്റെ ഫോണിലേക്ക് അയച്ചു തന്നിട്ട് ചോദിച്ചാണ് അച്ഛൻ ഇതിനെ അറിയാവോന്ന്. അപ്പോൾ ഞാൻ അച്ഛനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ആദർശ് എന്തിനാണ് ഈ ഫോട്ടോ നിന്റെ ഫോണിലേക്ക് അയച്ചത്? ഇവൻ്റെ നിഴൽ കണ്ടാൽ പോലും എനിക്ക് മനസ്സിലാവും. പിന്നെയാണ് ഫോട്ടോ. എന്തിനിപ്പോൾ അയച്ചത്? ഇവനെ ഞാനിവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയതല്ലേ. ഇവനെനിക്ക് കാണുന്നത് പോലും കലിയ. ഇവൻ്റെ അടുത്ത് വരുന്നത് പോലും എനിക്ക് വെറിഞ്ഞു കയറുന്ന സ്വഭാവം വരും എനിക്ക്. നീ എന്തിനിപ്പോൾ എന്നെ കാണിക്കാനായിട്ട് വന്നത്? അത് വേറൊന്നും കൊണ്ടല്ല. ആദർശ് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ അയച്ചതെന്ന് അറിയാൻ പാടില്ലല്ലോ അച്ഛാ. ഈ മനുഷ്യനെ അറിയാവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആദർശ് അയച്ചത്. ഇനിയിപ്പോൾ നമ്മളെ തകർക്കാൻ കൂടുന്ന കൂട്ടത്തിൽ ഇവനും ഉണ്ടെങ്കിലോ? അത് സംശയമൊന്നുമില്ല. കാരണം ഉറപ്പായിട്ടും ഇവൻ നമ്മളെ തകർക്കാനായിട്ട് നോക്കും. അതേപോലുള്ള രീതിയിൽ പറഞ്ഞിട്ടല്ലേ അവനെ നാണം കെടുത്തിയിട്ട് ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കിയത്. അപ്പോൾ ആ ഒരു ദേഷ്യവും വൈരാഗ്യമൊക്കെ നമ്മൾ കാണും. അപ്പോൾ ആദർശ് നിന്റെ ഫോണിലേക്ക് അയച്ചത് എന്തോ കാര്യമായിട്ട് തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മളെ തോൽപ്പിക്കാനോ വെറുപ്പിക്കാൻ വേണ്ടിയല്ല അവൻ ഈ ഫോട്ടോ നിന്റെ ഫോണിലേക്ക് അയച്ചത് എന്ന് എനിക്ക് വ്യക്തമായ കാര്യങ്ങളെല്ലാം ഉറപ്പായി. അപ്പോൾ ഈ കൂട്ടത്തിൽ നാഗേന്ദ്രൻ ഉണ്ടെന്നുള്ള സംശയം അവൻ്റെ മനസ്സിലേക്ക് വന്നു അല്ലേ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതേ അച്ഛാ, ആ ഒരു സംശയം ആദർശിൻ്റെ മനസ്സിലേക്ക് വന്നു അച്ഛാ. അപ്പോൾ ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് ആദർശിനോടുള്ള ആ ഒരു ദേഷ്യം മാറുമല്ലേ അച്ഛാ, തണുക്കുമല്ലേ അച്ഛാ എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരിക്കലും ഇല്ല. ഒരു ഫോട്ടോ കാണിച്ചെന്ന് വിചാരിച്ച് ഞാനെന്താ അവനുള്ള ദേഷ്യം മറക്കുമെന്നോ? എനിക്ക് അവനുള്ള ദേഷ്യത്തിൽ ഒരു കുറവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ നമ്മുടെ ജയനൊന്ന് അന്തിച്ചിങ്ങ് നിൽക്കുകയാണ്. പക്ഷേ അവൻ എവിടെ ഉണ്ടെങ്കിലും അവൻ മുന്നിലേക്ക് വരും. അവനെ ഞാൻ ഇവിടെ നടിച്ച് പുറത്താക്കിയ അരങ്ങൊന്നും ഞാൻ മറന്നിട്ടില്ല. ആദർശ് ആ സമയത്ത് കുഞ്ഞായിരുന്നല്ലോ. അവന് വ്യക്തമായ കാര്യങ്ങളൊന്നും അറിയാനായിട്ട് പാടുമില്ല. നമ്മൾ ഈ നാഗേന്ദ്രനും നമ്മളും തമ്മിലുള്ള ആ ഒരു വൈരാഗ്യം പിണക്കമൊന്നും ആദർശിന് അറിയില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും അവൻ വ്യക്തമായിട്ട് ഇയാളെ ഓർമ്മ കിട്ടാത്തത്. അതേ അച്ഛാ, അത് തന്നെയാണ് അച്ഛാ എന്ന് ജയൻ പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.